നാ കുടിയാ പൂപ്പ, കണ്ണു മര്യാദക്ക് കാണാൻ പാടില്ല, എന്നാലും പെണ്ണുങ്ങളുടെ പടേ നോക്കുള്ളൂ അല്ലേ? സ്ട്രോങ് ആയിട്ട് 2 ചായ ഇടറാ. സ്പെഷ്യല് വേണോ അതോ സാധാ മതിയോ? എന്താ അമ്മാവാ സുഖല്ലേ? വായിക്കാത്ത കോഴിക്കോട്ടയൊന്നും ഇല്ലല്ലോ, ചോദിച്ചാ പറഞ്ഞുകൂടെ? രണ്ടുപേരും പതിവ് പോലെ എത്തിയല്ലോ. ഇന്ന് സ്ഥലത്തെ കുറിച്ചാണല്ലോ. ചായ കുടിച്ചു എഴുന്നേറ്റ് വരാൻ പറഞ്ഞു. ഞാൻ കുടിച്ചു. ഇതെങ്ങനുണ്ട്? കലക്കിയടാ. നിങ്ങളുടെ സ്വന്തക്കാരൻ മാത്രമല്ലല്ലോ, അയാൾ ഈ നാട്ടിലെ പ്രമാണി കൂടിയല്ലേ. നാട്ടുകാരന് മുന്നിൽ ഇങ്ങനെ അയാളെ നാണം കെടുത്താവോ? ഒന്നുമല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രായത്തെങ്കിലും ബഹുമാനിച്ചൂടെ? ഇതൊക്കെ മോശമല്ലേ മോനെ? ഏത് നേരം ശിവാനന്ദ നീ കൂടെ ഉണ്ടല്ലോ, ഇതൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? എന്ത് ചെയ്യാനാ ചേട്ടാ, കണ്ട നായ്ക്കളൊക്കെ ഉപദേശിക്കുമെന്ന് പറഞ്ഞിട്ടും ഇവന്റെ തലയിൽ കേറണ്ടേ. ഇതേ ഇപ്പൊ ചേട്ടൻ തന്നെ പറഞ്ഞില്ലേ. എന്താടാ ഇന്ന് നിനക്ക് എന്നെയാണോടാ കിട്ടിയത്? മര്യാദക്ക് ചായ കുടിച്ചിട്ട് സ്ഥലം വിടാൻ നോക്ക്. അത് നിങ്ങളുടെ ഓണറോട് പറയാൻ പറ. ആരാടാ ഇവിടുത്തെ ഓണർ? ഡക്ലസ് ചേട്ടൻ. ആരാ ഡക്ലേസോ? എടാ ഇന്നലെ അവനെ ഇവിടെ ജോലിക്കെടുത്തത്. അവനൊക്കെ ഒരു ഓണർ എന്ന് പറഞ്ഞാ നീ ആണോടാ ഇവിടുത്തെ ഓണർ? ഡോ മര്യാദക്ക് സംസാരിക്കേ. താനൊരു പാവോലെന്ന് കരുതിട്ടാ പണി തന്നത്, അത് കളയല്ലേ. ഈ മണ്ട ശിരോമണി എനിക്ക് എന്തിനാടാ ജോലി തരുന്നത്? നാട്ടുകാരോടെല്ലാം നീ ഇത് പറഞ്ഞു നടക്കുവാണോ? സംഗതി ഏറ്റില്ലേ? ചിറ്റപ്പൻ അടിച്ച് പൊളിക്കേ. നീ പറയുന്നവനാന്ന് എനിക്കറിയാം. ഇറങ്ങി പോടാ ഇവിടുന്ന്. സന്തോഷമായല്ലോ. അപ്പൊ ഓണർ താനല്ലേ? പണി കിട്ടിയല്ലേ? അവൻ എന്നോട് അങ്ങനെയാ പറഞ്ഞ്. പാവം കള്ളം പറഞ്ഞതായിരിക്കും. എടേ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞു വരുന്നേ? മൂക്കറ്റം കുടിച്ചിട്ട് കിടന്നിട്ട് എന്നോട് ചോദിക്കുന്നു മേടിക്കുമ്പോ. രാവിലെ 7 മണിക്ക് എന്നെ നീ അമ്പലത്തിൽ വന്നേക്കണം. ഞാൻ അവിടെ കാത്തു നിൽക്കും. നമ്മൾ തൊഴാൻ പോണം. എന്തിനാ തൊഴാൻ പോകുന്നത്? അതൊന്നും നീ അറിയേണ്ട കാര്യമല്ല. വന്നോളണം. വരാം. എടാ എന്റെ പിറന്നാളായിട്ട് എന്നെ വിട്ടിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോവാൻ നോക്കിയാ നിന്നെ ഞാൻ വെച്ചേക്കില്ല. ഓ പിന്നെ നീ അങ്ങനെ പറഞ്ഞാ ഉടനെ അവനങ്ങ് നന്നാവും. ചെല്ലമ്മയ്ക്ക് സുഖാണോ? നീ ഇങ്ങോട്ട് വന്ന കാര്യം അറിയാവോ? അറിയില്ല. അവിടെ എന്ത് കുറവാ? അല്ല അന്വേഷിക്കുന്നുണ്ടല്ലോ. ഒരിക്കൽ അവിടെ ഒന്ന് നോക്കിയാലോ? ഞാൻ എന്തിനാടി അങ്ങോട്ട് വരുന്നേ? മക്കളാടി തള്ള വന്ന് കാണണ്ടേ? അവള് വാശയും കൊണ്ട് അവിടെ ശരി ശരി, ആരും അവിടെ വരണ്ട. നിങ്ങളുടെ കൊച്ചുമോനെ രാവിലെ 10 മണി വരെ താരാട്ടിപ്പടി ഓർക്കണ്ട. രാവിലെ ഞാൻ അവനെ താരാട്ടുപടി ഉറക്കുന്നേ. എഴുന്നേക്കടാ, കുടിച്ചിട്ട് അവന്റെ ഒരു ഒടുക്കത്തെ ഉറക്കം കണ്ടില്ലേ? ഈ കിളവി തളയ്ക്ക് വേറെ പണിയില്ല. എടാ ഇന്നലെ രാത്രി അവള് വന്ന് സ്നേഹത്തോടെ വിളിച്ചതല്ലടാ. നീ പോകുന്നില്ലേ? ചിറ്റപ്പൻ ചുമ്മാതിരി, എനിക്ക് വേറെ പണിയില്ല. നീ വെറുതെ പറയല്ലേ. ആരെ കണ്ടാലും വെട്ടാനും കുത്താനും ഇറങ്ങും. വല്ലവനും വേണ്ടി തല്ലുണ്ടാക്കാൻ മുന്നിൽ കാണുന്ന നീ ആ കറുമ്പി പെണ്ണ് എന്തേലും ഒന്ന് പറഞ്ഞാ പേടിച്ച് മൂത്രം ഒഴിക്കുവാണല്ലോടാ. അപ്പൊ നിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. എന്നെ ഒരുമാതിരി ആക്കല്ലേ. പെണ്ണുങ്ങളെ അടിക്കുന്നത് തെറ്റല്ലേ ചിറ്റപ്പ? പരമുവേ, അത്രയ്ക്ക് നല്ല സ്വഭാവമാണോ നിന്റെ? 10 വയസ്സുള്ളപ്പോ ഉമ്മ കൊടുത്ത് ചങ്കൂറ്റത്തോടെ ഞാനാ ചെയ്തെന്ന് പറഞ്ഞ് നീയേ ഇപ്പൊ ഇങ്ങനൊക്കെ പറഞ്ഞാ? ഇഷ്ടമാണെങ്കിൽ രണ്ടും കൂടെ ഒളിച്ചോടി പോയിക്കൂടെ? ചിറ്റപ്പൻ എന്താ ഒന്നും ആലോചിക്കാതെ പറയുന്നേ? എപ്പോഴാ നമ്മുടെ തല പോകുന്നതെന്ന് നമുക്ക് തന്നെ അറിയില്ല. അപ്പൊ ഞാനിതൊക്കെ ചെയ്യാവോ? വേറെ ലക്ഷ്യമില്ലേ നമുക്ക്? എന്താടാ നിന്റെ ലക്ഷ്യം? ഇതെന്താ ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്നേ? അല്ല ചിറ്റപ്പ, TV, ഇന്റർവ്യൂ, പൂജപ്പുര, ജയില്. എന്താ ചിറ്റപ്പ? ചിറ്റപ്പൻ എന്ന് പറഞ്ഞ കാര്യമില്ല, മറന്നുപോയോ? വാക്കുമാറ്റുന്ന ആണത്തമല്ല കേട്ടോ. എടാ ആ പെണ്ണിന്റെ മനസ്സിൽ എപ്പോഴും നീ മാത്രമേ ഉള്ളൂ. അതൊന്നും സാരമില്ല, ഒന്ന് പേടിപ്പിച്ചാൽ മതി. അവളെ ഇട്ടച്ച് പൊക്കോളും. എടാ അത് പാവം കൊച്ചാടാ. ആരാ? അവളാണോ പാവം? അവൾ ഉറഞ്ഞു തുള്ളുന്ന കണ്ടാ പേടിച്ച് തൂറും. അവള് പാവമാണെന്നല്ലേ? അത് എന്നെയാ പറയേണ്ടത്. എന്നാ ഒരു കാര്യം ചിറ്റപ്പ, ആള് കരിവണ്ട് പോലെ ആയിരുന്നെങ്കിലും ഇപ്പൊ കുറച്ച് വെളുത്തിട്ടുണ്ട്. എടാ കാശും പണവും വരുമ്പോ കാക്ക പോലും വെളുത്തൂന്ന് വരും. ചിറ്റപ്പൻ വെറുതെ വീണെടുത്ത് കിടന്നുരുളാതെ. നാളെ കുറച്ച് കാശ് കിട്ടിയ ചിറ്റപ്പൻ വെളുക്കോ? എടാ ഞാൻ ചെറുപ്പത്തിൽ വെളുവിളയെന്നിരുന്നതാ. ഈ കാറ്റും വെയിലും കൊണ്ടിട്ട് കറുത്തതാടാ. അടിക്കടാ, അടിക്കടാ. ആ അങ്ങനെ തന്നെ. എടാ വേണ്ട, വാ. എന്തുവാടേ കാണിച്ചോണ്ടിരിക്കുന്നേ? ചിറ്റപ്പ, ചിറ്റപ്പനെ വിളിക്കുന്നേ. എന്നെ എന്തിനാ വിളിക്കുന്നത്? ഈ വയസ്സാം കാലത്ത് അയാളുടെ മോളെ കെട്ടിച്ചു തരാനാണോ? നിന്നെ തന്നെയാടാ ഞാൻ വിളിച്ചത്. അല്ല ചിറ്റപ്പ, എന്നെയാ വിളിക്കുന്നേ. എന്തോന്നാ? എന്താ പറയാനുള്ളേ? എന്താ വേണ്ടേ? എന്താടാ കത്തിയെടുത്ത് കുത്തിയാ നീയൊക്കെ വലിയ പുള്ളിയാ? വീരസം കാണിക്കുന്നത് ആയുധം എടുത്തിട്ടല്ല. ഇങ്ങനെ ഇരിക്കണം.
അത് ശരിയാ. ദാ ചന്തിക്ക് കുത്തുമേടിച്ചില്ലേ, അവനോട് പറ. ഇത് പറയാൻ വേണ്ടിട്ടാ വിളിച്ച ചിറ്റപ്പ. ഇവന്മാരുടെ തടിയും മസിലും കണ്ട നമ്മള് പേടിക്കാൻ ഓർത്ത ചിറ്റപ്പ. അന്ന് നീ എന്റെ കണ്ണി പെട്ടിരുന്നെങ്കിൽ ഉരിച്ചെടുത്താണ് നിന്നെ. ഇവന്മാരെ ഞാൻ ഇടാ 4 പേരെ കണ്ടപ്പോ ധൈര്യം വന്നല്ലേടാ. അവന്മാര് മനഃപൂർവ്വം ചെയ്യുന്ന. എന്തുവാടി രാവിലെ മുതൽ വൈകുന്നേരം വരെ കരിങ്കല്ല് പോലെ ഇവിടെ ആരെ കാത്തിരിക്കുവടി? നിങ്ങളുടെ കെട്ടിയവന് വേണ്ടി ഇരിക്കുക. ആരും അറിയാതെ ഒറ്റയ്ക്ക് വന്നേക്കേ ടൗണിൽ കൊണ്ടുപോയി സിനിമ കാണിച്ചു തരാന്ന് പറഞ്ഞു. എന്നിട്ട് ഇതുവരെ വന്നില്ല. വേഗം പോയി വരാൻ പറ. എന്ത് സിനിമയ്ക്ക് പോകാൻ വേണ്ടി ഇരിക്കണോ? ഈ കാലത്ത് ഇതൊക്കെ ആരാടി വിശ്വസിക്കുന്നേ? എന്റെ അടുത്ത് വേണ്ട നിന്റെ വേല. പച്ച സാരി കൊടുത്ത് ഇറങ്ങിയിരിക്കുന്നവള്. നാട്ടുകാരൊക്കെ എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കുന്നു. എന്റെ തലയെഴുത്ത് ഇവന് വേണ്ടി കാത്തിരിക്കുന്നു. അല്ല അറിയാൻ മേലാഞ്ഞ് ചോദിക്കുക. നിനക്കെന്താ വട്ടു പിടിച്ചോ? തനിയായിരുന്നു സംസാരിക്കുന്നു, കൈയും കാലും ആട്ടുന്നു. എന്തൊരു കൂത്തായത്? എന്റെ കൈയും കാലും ആട്ടുന്നത് കാണുന്നുണ്ടോ? ചുമ്മാ ഇവിടെ ഇരിക്കുകയല്ല, സംഗീതം പഠിക്കുകയാണ് ഞാന്. നിങ്ങൾക്ക് വല്ലതും അറിയോ? എനിക്ക് എങ്ങനെ അറിയാൻ? എനിക്ക് ഇതാന്നോ പണി? രാവിലെ വയലിൽ ഇറങ്ങി എന്തെങ്കിലും കഞ്ഞിക്കുള്ള വഴി ഉണ്ടാക്കാനാ ഞാൻ നോക്കുന്നേ. എത്ര കാലം വെച്ചാ എങ്ങനെ ഇരിക്കുന്നത്? ഒരു ഗായിക സുശീലയാവണ്ടേ നിങ്ങൾക്ക്? നമുക്ക് എന്തിനടി ആവശ്യമില്ലാത്ത പണിയല്ല. അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ എങ്ങനെയാ? ഇങ്ങോട്ട് വന്നേ, ഞാൻ സംഗീതം പഠിപ്പിക്കാം. ഒന്ന് പോടി അവിടുന്ന്. ഞാൻ തന്നെ ആകെ ക്ഷീണിച്ച് വന്നിരിക്കുക. അപ്പോഴാ നിന്റെ ഒരു സംഗീതം. നീ കുറച്ചു നേരം പാട്ട് പഠിക്കോ? എന്തെങ്കിലും ആഗ്രഹമൊക്കെ ഉണ്ട്. എന്നെ നമുക്കൊന്ന് പാട്ട് പഠിക്കാം. വന്നേ, ഞാൻ പഠിപ്പിക്കാം. ഇപ്പൊ നിങ്ങളൊക്കെ എന്താ ചെയ്യണമെന്നറിയോ? ഞാൻ എങ്ങനെ പാടുന്നോ അത് നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ട് അതേപോലെ നിങ്ങളും പാടണം. ആരും തെറ്റിക്കാൻ പാടില്ല. എന്താ എന്തുവാടി ഇവിടെ ഇങ്ങനെ നോക്കാം. അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല. നീ തന്നെ അങ്ങ് പാടിക്കോ മോളെ. എല്ലാരും ശ്രദ്ധിക്കുക. ഒരു പാ കെട്ടിയാ കിടക്കായിരുന്നു. ജീവൻ പോവോ? പാട്. സരിഗമ പദനി സനിദ പമഗരി സനിദ പമഗരി സ. ഇത് തന്നെയാണല്ലോ വന്നപ്പോ തൊട്ട് പാടുന്നത്. അവൾ എന്തുകൊണ്ടെങ്കിലും പാടി പമഗരി സ. എന്താ നോക്കുന്ന? പാട്. റിസമരി പണിപ്പസ റിസമരി പണിപ്പസ റിസമരി പനിപ്പസ. നിങ്ങൾ എന്തൊക്കെ അടിക്കുന്നെന്നാ തോന്നുന്നു. ഞാൻ എന്നെ വിട്ടിട്ട് പോലെ. ഒരുത്തിയും ശരിയാവുന്ന ലക്ഷണമില്ല. ഇപ്പൊ അവള് പോകുന്നവരും വരുന്നവരെയൊക്കെ വിളിച്ച് പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി കുത്തിയിരിക്കുക. എന്റെ പിറന്നാളായിട്ട് എന്നെ വിട്ടിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോവാൻ നോക്കിയാ നിന്നെ ഞാൻ വെച്ചേക്കില്ല.